വേട്ടക്കാരനും 4 സുഹൃത്തുക്കളും. പണ്ട് ഒരു കാട്ടിൽ 4 സുഹൃത്തുക്കൾ വസിച്ചിരുന്നു. കാക്ക, മാൻ, ആമ, ചുണ്ടലി എന്നിവരായിരുന്നു ആ 4 സുഹൃത്തുക്കൾ. അവർ എന്നും വൈകുന്നേരം കാട്ടിലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടുമായിരുന്നു. പരസ്പര വിശേഷങ്ങൾ പങ്കുവച്ചും തമാശകൾ പറഞ്ഞും അവർ സമയം ചെലവഴിച്ചു. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ദിവസവും അവർ ഇതിനായി സമയം മാറ്റിവെച്ചു. അതിനൊരു മുടക്കവും വരുത്തിയിരുന്നില്ല. അങ്ങനെ അവർ പരസ്പരം സ്നേഹിച്ച് ആ കാട്ടിൽ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പതിവ് പോലെ അവർ ആ മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടി. എന്നാൽ മാൻ മാത്രം അവിടെ എത്തിയില്ല. അവർ മാനിനെയും പ്രതീക്ഷിച്ച് ഒരുപാട് നേരം അവിടെ നിന്നു. സമയം വൈകുന്തോറും തങ്ങളുടെ സുഹൃത്തിന് എന്തെങ്കിലും അപകടം ഉണ്ടായോ എന്നവർ ഭയന്നു. അപ്പോൾ കാക്ക പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, പറന്നുപോയി കാട്ടിലൊക്കെ മാനിനെ അന്വേഷിച്ചിട്ട് വരാം. തീർച്ചയായും അവന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇതും പറഞ്ഞ് കാക്ക പറന്നുപോയി. എന്നിട്ട് അവൻ ആ കാട് മുഴുവൻ മാനിനെ അന്വേഷിച്ചു. അപ്പോൾ അതാ കുറ്റിക്കാട്ടിൽ ഒരു വേടൻ വിരിച്ച വലയിൽ കുടുങ്ങിയ നിലയിൽ കാക്ക മാനിനെ കണ്ടു. കാക്കയെ കണ്ടതും മാൻ പറഞ്ഞു, സുഹൃത്തെ, എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷിക്കൂ. വേടൻ ഏതു നിമിഷവും ഇവിടെ വരാം. അതിനു മുൻപ് ഏതു വിധേനയും എന്നെ ഈ വലയിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കണം. ഇത് കേട്ടതും കാക്ക പറഞ്ഞു, സുഹൃത്തെ, നീ പേടിക്കാതിരിക്കൂ. ഞാൻ പോയി മറ്റുള്ളവരോട് വിവരം അറിയിക്കട്ടെ. ഉറപ്പായും നിന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ ഒരു ഉപായവുമായി ഞാൻ മടങ്ങി വരുന്നതാണ്. ഇതും പറഞ്ഞ് കാക്ക പറന്നുപോയി തന്റെ സുഹൃത്തുക്കളോട് നടന്ന സംഭവം വിവരിച്ചു. ഇത് കേട്ടുകൊണ്ടിരുന്ന ചുണ്ടലി ഉടനെ കാക്കയോട് പറഞ്ഞു, സുഹൃത്തെ, എത്രയും വേഗം മാൻ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലം ഏതാണെന്ന് പറയൂ. ഞാൻ അവിടെ എത്തി ആ വലയുടെ കണ്ണികൾ കടിച്ചു മുറിച്ച് മാനിനെ വലയിൽ നിന്നും രക്ഷിക്കുന്നതായിരിക്കും. ഇത് കേട്ടതും കാക്ക എലിയോട് പറഞ്ഞു, മാൻ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലം ഇവിടെ നിന്നും അല്പം അകലെയാണ്. നീ അവിടെ എത്തുമ്പോഴേക്കും വേടൻ വന്ന് മാനിനെ കൊണ്ടുപോയിരിക്കും. അപ്പോൾ ആമ കാക്കയോട് പറഞ്ഞു, നീ പറയുന്നത് ശരിയാണ്. നമ്മുടെ പക്കൽ അത്രയും സമയമില്ല. ഒരു കാര്യം ചെയ്യൂ, എത്രയും വേഗം എലിയെ നിന്റെ പുറത്തു കയറ്റി അവിടേക്ക് കൊണ്ടുപോകൂ. ഞാൻ പുറകെ വന്നുകൊള്ളാം. ഇത് കേട്ടതും കാക്ക പറഞ്ഞു, ഇത് തീർച്ചയായും നല്ല ആശയമാണ്. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഉടൻ തന്നെ കാക്ക ചുണ്ടലിയെയും തന്റെ പുറത്തു കയറ്റി മാനിന്റെ അടുത്തേക്ക് പറന്നു. തന്റെ സുഹൃത്തുക്കളെ കണ്ട മാനിന് വളരെയധികം സന്തോഷം തോന്നി. ചുണ്ടലി ഒട്ടും സമയം കളയാതെ വലക്കണ്ണികൾ ഓരോന്നായി മുറിക്കാൻ തുടങ്ങി. കാക്ക വേടൻ വരുന്നുണ്ടോ എന്ന് നോക്കാനായി പറന്ന് മരക്കൊമ്പിൽ പോയിരുന്നു. അപ്പോഴേക്കും ആമയും അവിടെ ഇഴഞ്ഞെത്തി കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് എലി വലക്കണ്ണികൾ കടിച്ചു മുറിച്ച് മാനിനെ സ്വതന്ത്രമാക്കി. അപ്പോഴായിരുന്നു വേടന്റെ വരവ്. വേടൻ വരുന്നത് കണ്ട കാക്ക സുഹൃത്തുക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. ദൂരെയുള്ള മരക്കൊമ്പിൽ ഒളിച്ചു. മാൻ ഓടി അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചു. എലി അടുത്തു കണ്ട ഒരു മാളത്തിലും ഒളിച്ചു. എന്നാൽ പാവം ആമയ്ക്ക് പതിയെ ഇഴഞ്ഞു നീങ്ങാനേ കഴിഞ്ഞുള്ളൂ. മാനിനെ വലവിരിച്ചിടത്തിനടുത്ത് എത്തിയ വേടൻ പൊട്ടിക്കിടക്കുന്ന വല കണ്ടു ഞെട്ടി. അപ്പോൾ വേടൻ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചു? ഇത്രയും വലിയ വല എങ്ങനെയാണ് ഒരു മാൻ പൊട്ടിച്ചത് എന്ന് വെറും കൈയോടെ മടങ്ങേണ്ടി വരുമല്ലോ. അപ്പോഴാണ് പതിയെ ഇഴഞ്ഞു നീങ്ങുന്ന ആമ വേടന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആമയെ കണ്ട വേടന് സന്തോഷമായി. അപ്പോൾ വേടൻ മനസ്സിൽ കരുതി, മാനിനെ കിട്ടിയില്ലെങ്കിൽ എന്താ, ഇന്നത്തേക്ക് ആമയെ കിട്ടിയല്ലോ. തൽക്കാലം ഇന്ന് ആമയെ കൊണ്ട് തൃപ്തിപ്പെടാം. അങ്ങനെ വേടൻ ആമയെ പിടിച്ച് തന്റെ കയ്യിൽ കരുതിയ സഞ്ചിയിലിട്ടു. അതിനെയും കൊണ്ട് യാത്രയായി. ആമയെ വേടൻ കൊണ്ടുപോകുന്നത് കണ്ട ആ സുഹൃത്തുക്കൾ വളരെയധികം വിഷമിച്ചു. ആമയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ കാക്ക വേടനെ പിന്തുടർന്നു. കുറേയധികം യാത്ര ചെയ്തപ്പോൾ പാവം വേടൻ ക്ഷീണിതനായി. അവൻ ഒരു തടാകത്തിന്റെ കരയിൽ വിശ്രമിക്കാനായി സഞ്ചിയും താഴെ വെച്ച് കിടന്നു. ഈ സമയം കാക്ക പറന്നു ചെന്ന് തന്റെ സുഹൃത്തുക്കളെ വിവരം അറിയിക്കുകയും ആമയെ രക്ഷിക്കാൻ അവർ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. ആ പദ്ധതി പ്രകാരം മാൻ തടാകത്തിന് കുറച്ച് അകലെയായി ചത്തതുപോലെ കിടന്നു. എലി അടുത്തുള്ള മരപ്പൊത്തിൽ ഒളിച്ചിരുന്നു. കാക്ക മാനിന്റെ അടുത്തായി ഒരു മരക്കൊമ്പിലും ഇരുന്നു.
ക്ഷീണം തീർത്തു എണീറ്റ വേടൻ കുറച്ചകലെയായി കിടക്കുന്ന മാനിനെ കണ്ടു. അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അയാൾ പതിയെ പതിയെ മാൻ കിടന്നിടത്തേക്ക് പോയി. ആ സമയം എലി ആമയെ വച്ചിരുന്ന സഞ്ചി കടിച്ചു മുറിക്കാൻ തുടങ്ങി. വേടൻ അടുത്തെത്താറായതും കാക്ക മരക്കൊമ്പിൽ നിന്നും പറന്നുയർന്ന് മാനിനെ വേടന്റെ അടുത്ത് എത്തിയതിന്റെ സൂചന നൽകി. അവൻ ഉടനെ തന്നെ എണീറ്റ് പതിയെ ഓടാൻ തുടങ്ങി. വേടനും പുറകെ ഓടി. ആമയ്ക്ക് ഇഴഞ്ഞ് രക്ഷപ്പെടാനുള്ള സമയം ഉണ്ടാക്കി കൊടുക്കാനാണ് മാൻ ഇപ്രകാരം ചെയ്തത്. സഞ്ചിയിൽ നിന്നും പുറത്തിറങ്ങിയ ആമ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചു. ആമ രക്ഷപ്പെട്ടു എന്നുറപ്പായപ്പോൾ മാൻ തന്റെ ഓട്ടത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. അവൻ ഉൾക്കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇനി മാനിന്റെ പുറകെ ഓടിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ വേടൻ തിരികെ തന്റെ സഞ്ചി ഇരുന്നിടത്ത് എത്തി. അവിടെ കടിച്ചു മുറിക്കപ്പെട്ട വെറും സഞ്ചിയാണ് വേടൻ കണ്ടത്. അവൻ ചുറ്റും നോക്കി. ആമയെ അവിടെ എങ്ങും കണ്ടില്ല. വേടൻ നിരാശയോടെ പറഞ്ഞു, ആദ്യം മാനിനായി വല വിരിച്ചു, അതിനെ കിട്ടിയില്ല. പകരം ഒരു ആമയാണ് കിട്ടിയത്. എന്നാൽ ഇപ്പോൾ കയ്യിൽ കിട്ടിയ ആമയും നഷ്ടപ്പെട്ടു. അപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു. മറ്റൊരു വഴിയുമില്ലാതെ ഒഴിഞ്ഞ സഞ്ചിയുമായി വേടനെ തന്റെ വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. അങ്ങനെ ആ 4 സുഹൃത്തുക്കളും വേടന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. വീണ്ടും പഴയതുപോലെ അവർ എന്നും വൈകുന്നേരങ്ങളിൽ ആ മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടുകയും സ്നേഹത്തോടെ ഒരുപാട് കാലം ആ കാട്ടിൽ കഴിയുകയും ചെയ്തു. അടുത്ത കഥ കേട്ടാലോ? ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു കുറുക്കന്റെയും ആടിന്റെയും കഥ കേട്ടാലോ? പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു കുറുക്കൻ വസിച്ചിരുന്നു. ഒരു ദിവസം കുറുക്കൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. കുറച്ച് നടന്നപ്പോൾ കുറുക്കന് നല്ല ദാഹം തോന്നി. കുറുക്കൻ ഉടൻ തന്നെ അടുത്ത് കണ്ട ഒരു ആഴം കുറഞ്ഞ കിണറ്റിൽ വെള്ളം കുടിക്കാനായി ഇറങ്ങി. തനിക്ക് മതിയാവോളം വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ച് തിരിച്ചു പോകാൻ ഒരുങ്ങിയ കുറുക്കൻ ആകെ വിഷമിച്ചു. അവന് കിണറ്റിൽ നിന്നും തിരിച്ചു കയറാൻ സാധിക്കുന്നില്ല. ആ കിണറ്റിൽ നിന്നും കയറാൻ പടവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല വഴുക്കലുള്ളത് കാരണം പിടിച്ചു കയറാനും കുറുക്കന് കഴിഞ്ഞില്ല. കുറുക്കൻ മനസ്സിൽ കരുതി, ഇനി ഞാൻ എങ്ങനെയാണ് ഈ കിണറ്റിൽ നിന്നും കരയിൽ കയറുന്നത്? തിരിച്ചു കരയിൽ കയറാനായി പടവുകളോ പിടിച്ചു കയറാൻ ഒരു ചെടിയുടെ വള്ളിയോ പോലും ഇവിടെ എങ്ങും കാണാനില്ല. ഏതു വിധേനയും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകും. കുറുക്കൻ അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ഒരു ആട് അതുവഴി വന്നത്. കുറുക്കൻ കിണറ്റിൽ നിന്നും കയറാൻ കഴിയാതെ നിൽക്കുകയാണെന്ന് അറിയാതെ ആട് കുറുക്കനോട് ചോദിച്ചു, സുഹൃത്തെ, ഈ കിണറ്റിലെ വെള്ളം കുടിക്കാൻ കൊള്ളാവുന്നതാണോ? ആടിന്റെ ചോദ്യം കേട്ടതും കുറുക്കന് അവിടെ നിന്നും രക്ഷപ്പെടാനായി ഒരു ഉപായം തോന്നി. അവൻ ഉത്സാഹത്തോടെ മറുപടി പറഞ്ഞു, ഞാൻ ഇന്ന് വരെ കുടിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല വെള്ളമാണ് ഈ കിണറ്റിലേത്. നീ ഇവിടെ ഇറങ്ങി വെള്ളം കുടിച്ചു നോക്കൂ. കുറുക്കന്റെ മറുപടി കേട്ട ആട് മറ്റൊന്നും നോക്കാതെ കിണറ്റിലേക്ക് ഇറങ്ങി. ആട് കിണറ്റിലേക്ക് ഇറങ്ങിയതും കുറുക്കൻ ഉടൻ തന്നെ ആടിന്റെ പുറത്ത് ചവിട്ടി കരയിൽ കയറി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാത്ത ആട് അത്ഭുതത്തോടെ കുറുക്കനെ നോക്കി. എന്നാൽ കുറുക്കൻ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നതാണ് ആട് കണ്ടത്. അധികം വൈകുന്നതിന് മുൻപ് തന്നെ കുറുക്കന്റെ സന്തോഷത്തിന്റെ കാരണം ആടിന് മനസ്സിലായി. ആട് മനസ്സിൽ കരുതി, ഞാൻ എന്തൊരു മണ്ടനാണ്. കുറുക്കൻ പറഞ്ഞത് വിശ്വസിച്ച് മറ്റൊന്നും നോക്കാതെ ഈ കിണറ്റിലിറങ്ങി. ഇനി എങ്ങനെയാണ് ഞാൻ കരയിൽ കയറുന്നത്? ആട് വിഷമത്തോടെ കുറുക്കനോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ പറ്റിച്ചത്? ഈ കിണറ്റിൽ നിന്നും തിരിച്ചു കയറാൻ പടവുകളൊന്നും ഇല്ലെന്ന് എന്തിനാണ് എന്നിൽ നിന്നും മറച്ചു വെച്ചത്? ഇത് കേട്ടതും കൂസലില്ലാതെ കുറുക്കൻ പറഞ്ഞു, ഞാൻ എന്തിനാണ് പറയുന്നത്? നിനക്ക് കിണറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തിരിച്ചു കയറാൻ പറ്റുമോ എന്ന് നോക്കാമായിരുന്നില്ലേ? ഉടൻ തന്നെ ആട് പറഞ്ഞു, ഞാൻ നിന്നെ നല്ലൊരു സുഹൃത്തിനെ പോലെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ നീ പറഞ്ഞത് വിശ്വസിച്ചു. ദയവായി എന്നെ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. ഇത് കേട്ടതും കുറുക്കൻ ആടിനോട് പറഞ്ഞു, നീ ഒരു പരിചയമില്ലാതെ എന്നെ എന്തിനാണ് വിശ്വസിച്ചത്? എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. എനിക്ക് നിന്നെ രക്ഷിക്കാനൊന്നും സമയമില്ല. നിനക്ക് കഴിയുമെങ്കിൽ സ്വയം രക്ഷപ്പെടൂ. ഇത് പറഞ്ഞ് കുറുക്കൻ അവിടെ നിന്നും ഓടിപ്പോയി. പാവം ആടാകട്ടെ എന്തു ചെയ്യണമെന്നറിയാതെ ആ കിണറ്റിൽ തന്നെ നിന്നു. കുട്ടികളെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? ഒന്നും ആലോചിക്കാതെ അന്ധമായി ഒരു പ്രവൃത്തിയും ചെയ്യരുത്. കൂട്ടുകാരെ, അടുത്ത കഥ കേട്ടാലോ?
ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് ഉറുമ്പിന്റെയും പ്രാവിന്റെയും കഥ കേട്ടാലോ. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു കുഞ്ഞൻ ഉറുമ്പുണ്ടായിരുന്നു. അത് കാട്ടിലൊക്കെ കളിച്ച് ഉല്ലസിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേനൽക്കാലം വന്നത്. കുഞ്ഞനുറമ്പും മറ്റു മൃഗങ്ങളും എല്ലാം വേനലിന്റെ ചൂട് അസഹനീയമായപ്പോൾ നദിയുടെയും പുഴയുടെയും കുളത്തിന്റെയും തീരത്തൊക്കെ അഭയം തേടി. കുഞ്ഞനുറുമ്പും ചൂട് കുറയ്ക്കുന്നതിനായി ഒരു പുഴയുടെ തീരത്തെത്തി. പുഴയിലിറങ്ങിയ കുഞ്ഞനുറുമ്പ് പെട്ടെന്ന് കാൽ വഴുതി വെള്ളത്തിൽ വീണു. ഈ സമയം പുഴയുടെ തീരത്തുള്ള ഒരു മരത്തിന്റെ ചില്ലയിൽ സുന്ദരിപ്രാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞനുറുമ്പ് വെള്ളത്തിൽ വീഴുന്നത് കണ്ട സുന്ദരിപ്രാവ് ഉടൻ തന്നെ മരത്തിൽ നിന്നും ഒരു ഇല കൊത്തിയെടുത്ത് ഉറുമ്പിനിട്ട് കൊടുത്തു. കുഞ്ഞനുറുമ്പ് ഇലയിൽ കയറി രക്ഷപ്പെട്ടു. തന്റെ ജീവൻ രക്ഷിച്ച സുന്ദരിപ്രാവും ഉറുമ്പും പെട്ടെന്ന് തന്നെ കൂട്ടുകാരായി. ദിവസവും വൈകുന്നേരങ്ങളിൽ അവർ പുഴക്കരയിൽ ഒത്തുകൂടി. വേനൽക്കാലവും കടന്നുപോയി. എന്നാൽ ഉറുമ്പ് തന്റെ സുഹൃത്തിനെ കാണാനായി പുഴക്കരയിൽ പതിവായി എത്തുമായിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ പുഴക്കരയിലെത്തി. അയാൾ സുന്ദരിപ്രാവിനെ കാണാനിടയായി. വേട്ടക്കാരൻ തന്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് പ്രാവിനെ ഉന്നം വെച്ചു. ഈ സമയം അവിടെ എത്തിയ കുഞ്ഞനുറുമ്പ് അത് കണ്ടു. അവൻ ഉടൻ തന്നെ തന്റെ സുഹൃത്തിനെ രക്ഷിക്കാനായി ആ വേട്ടക്കാരന്റെ കാലിൽ സർവശക്തിയും എടുത്ത് ഒരു കടിവെച്ചു കൊടുത്തു. വേട്ടക്കാരന് തന്റെ ഉന്നം പിഴച്ചു. അയാൾ വേദന കൊണ്ട് നിലവിളിച്ചു. എന്നാൽ വെടിയുടെ ശബ്ദം കേട്ട് അപകടം മനസ്സിലാക്കിയ സുന്ദരിപ്രാവ് അവിടെ നിന്നും പറന്നുപോയി. വേട്ടക്കാരൻ പോയതിനു ശേഷം തിരിച്ചു വന്ന സുന്ദരിപ്രാവ് തന്റെ ജീവൻ രക്ഷിച്ച കുഞ്ഞനുറുമ്പിന് നന്ദി പറഞ്ഞു. നല്ല കൂട്ടുകാരായി അവർ പിന്നെയും ഒരുപാട് നാൾ ആ കാട്ടിൽ താമസിച്ചു. അപ്പോൾ ഈ കഥയുടെ ഗുണപാഠം എന്തെന്നാൽ, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയുടെ ഫലം എപ്പോഴായാലും തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അടുത്ത കഥ കേട്ടാലോ. ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് ചങ്ങാത്തത്തിനെ കുറിച്ച് ഒരു കഥ കേട്ടാലോ. അപ്പോ വീഡിയോയിലോട്ടേക്ക് പോകാം. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ രണ്ട് കൂട്ടുകാർ താമസിച്ചിരുന്നു. കുഞ്ഞനുറുമ്പും ചീങ്കണ്ണി അമ്മാവനും. കുഞ്ഞനുറുമ്പ് താമസിച്ചിരുന്നത് ഒരു ആപ്പിൾ മരത്തിലും ചീങ്കണ്ണി അമ്മാവൻ ആപ്പിൾ മരത്തിന് താഴെയുള്ള തടാകത്തിലുമാണ് താമസിച്ചിരുന്നത്. വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു അവർ ഇരുവരും. അവരെപ്പോഴും എല്ലാ ദിവസവും പരസ്പരം കാണുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാമു എന്ന ഒരു മരം വെട്ടുകാരൻ മരം വെട്ടുവാനായി കാട്ടിൽ വന്നു. കാട്ടിലുള്ള ഓരോ മരങ്ങളും രാമു തന്റെ കോടാലി ഉപയോഗിച്ച് വെട്ടാൻ തുടങ്ങി. ഇത് കണ്ട കുഞ്ഞനുറുമ്പ് എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പേടിച്ചു. ഈ കാര്യം തന്റെ സുഹൃത്തായ ചീങ്കണ്ണി അമ്മാവനോട് പറയാൻ കുഞ്ഞനുറുമ്പ് തീരുമാനിച്ചു. നേരം സന്ധ്യ ആയപ്പോൾ രാമു താൻ മുറിച്ച മരങ്ങളുമായി വീട്ടിലേക്ക് പോയി. അത് കണ്ട കുഞ്ഞനുറുമ്പ് ചീങ്കണ്ണി അമ്മാവന്റെ അടുത്തെത്തി തന്റെ സങ്കടം പറഞ്ഞു. പിറ്റേ ദിവസം രാമു പതിവ് പോലെ മരം മുറിക്കാനായി കാട്ടിലേക്ക് വന്നു. മരങ്ങൾ ഓരോന്നായി മുറിക്കുവാൻ തുടങ്ങി. തക്കം പാർത്തിരുന്ന ചീങ്കണ്ണി അമ്മാവൻ രാമുവിനെ കടിക്കാനായി പാഞ്ഞെടുത്തു. ചീങ്കണ്ണിയുടെ വരവ് കണ്ട് രാമു പേടിച്ച് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഇത് കണ്ട കുഞ്ഞനുറുമ്പ് പുഞ്ചിരിയോടെ ചീങ്കണ്ണി അമ്മാവനോട് നന്ദി പറഞ്ഞു. കുട്ടികളെ, ഈ കഥയിലെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അടുത്ത കഥ കേട്ടാലോ. ഹലോ കുട്ടികളെ, നമുക്കിന്ന് ആമയുടെയും രണ്ട് താറാവുകളുടെയും കഥ കേട്ടാലോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. നിങ്ങൾക്കറിയാമോ ആമ എന്തുകൊണ്ടാണ് തന്റെ വീടും ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്ന്? എത്ര ശ്രമിച്ചിട്ടും ആമയ്ക്ക് തന്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന്? വളരെ പണ്ട് ജൂപ്പിറ്റർ ദേവൻ തന്റെ കല്യാണത്തിന് കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും ക്ഷണിച്ചു. ആമയെയും പ്രത്യേകമായി ക്ഷണിച്ചു.
പക്ഷേ ആമ എന്തു ചെയ്തു? മടി പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കല്യാണത്തിന് പോയില്ല. അതിനാൽ ദേവൻ ആമയെ ശപിച്ചു. വീടും ചുമന്നുകൊണ്ട് നടന്നോളാനാണ് ശാപം കിട്ടിയത്. അന്ന് മുതലാണത്രേ ആമ അവന്റെ വീടും ചുമന്നുകൊണ്ട് നടക്കുന്നത്. ആമ നോക്കുമ്പോൾ പക്ഷികൾ വളരെ വേഗത്തിൽ പറക്കുന്നു, മുയലും മറ്റു മൃഗങ്ങളുമെല്ലാം വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു. അത് കാണുമ്പോൾ എല്ലാം അവന് വളരെ സങ്കടം ആവും. തന്റെ ഈ അവസ്ഥയിൽ ആമ വളരെ അസംതൃപ്തനായിരുന്നു. ലോകം ചുറ്റിക്കാണാൻ അവന് വളരെ ആഗ്രഹമായിരുന്നു. പക്ഷേ എവിടെ പോകുമ്പോഴും വീടും ചുമന്നുകൊണ്ടുപോകണം. പിന്നെ അവന്റെ ചെറിയ കാലുകൾ ആയതുകൊണ്ടും അവന് ദൂരെ പോകാൻ സാധിച്ചിരുന്നില്ല. ഒരു ദിവസം ആമ 2 താറാവുകളെ കണ്ടുമുട്ടി. അവൻ അവരോട് തന്റെ സങ്കടങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഞങ്ങൾ നിന്നെ ഈ ലോകം കാണാൻ സഹായിക്കാം, അവർ പറഞ്ഞു. നീ ഈ വടിയുടെ നടുവിൽ കടിച്ചു പിടിച്ച് കിടക്കണം. ഞങ്ങൾ നിന്നെയും ചുമന്നുകൊണ്ട് പറക്കാം. അപ്പോൾ നിനക്ക് എല്ലാ സ്ഥലങ്ങളും കാണാമല്ലോ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നീ ഒരിക്കലും വായ തുറക്കാൻ പാടില്ല. ആമയ്ക്ക് വളരെയധികം സന്തോഷമായി. അവൻ തന്റെ പല്ലുകൾ കൊണ്ട് വടിയിൽ ബലമായി കടിച്ചു പിടിച്ചു. 2 താറാവുകളും വടിയുടെ 2 അറ്റവും താങ്ങിക്കൊണ്ട് ആമയെയും കൊണ്ട് പറന്നു. അവരങ്ങനെ ആകാശത്തുകൂടെ യാത്ര ആരംഭിച്ചു. അങ്ങനെ യാത്ര ചെയ്യവേ ഒരു കാക്ക അവർക്കെതിരെ പറന്നു വന്നു. കാണാത്ത കാഴ്ച കണ്ട് കാക്ക ആശ്ചര്യത്തോടെ പറഞ്ഞു, ഹോ, ഇത് ആമകളുടെ രാജാവാണ്. അതെ, തീർച്ചയായും. മണ്ടൻ ആമ പറയാനായി വായ തുറന്നതും വടിയിലെ പിടിവിട്ട് അവൻ താഴേക്ക് വീണു. ഒരു പാറയുടെ മുകളിൽ ചെന്ന് വീണ് ചിതറി. അങ്ങനെ ആമയുടെ അഹങ്കാരവും ശ്രദ്ധയില്ലാത്ത പെരുമാറ്റവും മൂലം അവൻ നശിച്ചു. കുട്ടികളെ, വിഡ്ഢികളുടെ അശ്രദ്ധയും പൊങ്ങച്ചവും നാശത്തിന് വഴിതെളിയിക്കും. അടുത്ത കഥ കേട്ടാലോ? ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് മുതലയുടെ കഥ കേട്ടാലോ? അപ്പോൾ കഥയുടെ പേരാണ് മുതല പഠിച്ച പാഠം. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. പണ്ട് പണ്ട് ഒരു വനത്തിൽ ഒരു വലിയ പുഴയുണ്ടായിരുന്നു. ആ പുഴയിൽ സ്വാർത്ഥനായ ഒരു മുതല ജീവിച്ചിരുന്നു. മറ്റൊരു ജീവിയെയും ആ പുഴയിൽ ഇറങ്ങുവാനോ വെള്ളം കുടിക്കുവാനോ മുതല അനുവദിച്ചില്ല. അത് തന്റെ മാത്രം പുഴയാണെന്ന് മുതല സ്വയം കരുതി. അതുകൊണ്ട് തന്നെ മറ്റു ജീവജാലങ്ങളെല്ലാം പുഴയിൽ വരുന്നതിൽ നിന്നും മുതല വിലക്കി. തങ്ങളെ മുതല കഴിക്കുമെന്ന് ഭയന്ന് ഒരു ജീവജാലങ്ങളും ആ പുഴയിലേക്ക് പോകാതെയുമായി. തവളകളും മീനുകളും ഞണ്ടുകളും എല്ലാം തങ്ങളുടെ വാസസ്ഥലം ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. വനത്തിലെ മറ്റു മൃഗങ്ങളും പുഴയിലേക്ക് പോകാൻ ഭയന്നു. അവർ ദാഹിക്കുമ്പോൾ മൈലുകൾക്കപ്പുറത്തുള്ള നദികളിലേക്കോ അരുവികളിലേക്കോ പോയി. അങ്ങനെ മറ്റുള്ള ജീവികളെല്ലാം പുഴയിൽ നിന്നകറ്റി മുതല ഒറ്റയ്ക്ക് സ്വൈര്യമായി കഴിഞ്ഞു. ഒരു ദിവസം പ്രഭാതമായപ്പോൾ വലിയൊരു ശബ്ദം കേട്ടായിരുന്നു കാട് ഉണർന്നത്. മുതല പിടിച്ച ഏതെങ്കിലും മൃഗത്തിന്റെ ഒച്ചയായിരിക്കും എന്നാണ് മറ്റു ജീവികൾ ആദ്യം കരുതിയത്. എന്നാൽ കൂടുതൽ പ്രകാശം വന്നപ്പോഴാണ് അത് മുതലയുടെ തന്നെ ശബ്ദമാണെന്ന് അവർ തിരിച്ചറിഞ്ഞത്. മുതല തന്റെ വീർത്ത താടിയും പിടിച്ച് കരയുകയായിരുന്നു. ഇത് കണ്ട ഒരു മാൻ ചോദിച്ചു, അവൻ എന്തു പറ്റി? എനിക്കറിയില്ല, അണ്ണാൻ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു പക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ ഈ പുഴയിൽ നിന്നും ഒന്ന് പോയാൽ മതിയായിരുന്നു. അപ്പോൾ കാട്ടുപന്നി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് സുരക്ഷിതരായി പുഴയിൽ പോകാം. ഇങ്ങനെ മൃഗങ്ങൾ പരസ്പരം പെറുപിറുത്തു എന്നല്ലാതെ വേദന കൊണ്ട് പുളയുന്ന അവരെ സഹായിക്കാൻ ആരും മുതിർന്നില്ല. ആ സമയത്തായിരുന്നു തൊട്ടടുത്തുള്ള കാട്ടിൽ നിന്നും മിന്നുക്കിളിയുടെ വരവ്. അവൻ ഭയമൊന്നും കൂടാതെ തന്നെ മുതലയുടെ അടുത്തേക്ക് പോയി. ചുറ്റും നിന്നവർ എല്ലാം ഹന്താളിച്ചു. ഇവനെ ഇപ്പോൾ തന്നെ മുതല ഭക്ഷണമാക്കുമെന്ന് അവർ കരുതി. എന്നാൽ മിന്നുക്കിളി മുതലയുടെ ചുറ്റും നടന്ന് അവൻ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കി. അതിന്റെ വാലിലും വയറിലുമെല്ലാം അവൻ മാറി മാറി നോക്കി. ഒടുവിൽ അവൻ മുതലയുടെ തലക്കരികിൽ വന്ന് പരിശോധിച്ചു.
മിന്നുക്കിളി മുതലയോട് അവന്റെ കരച്ചിലിന്റെ കാരണം അന്വേഷിച്ചു. മുതല തന്റെ വീർത്ത താടി അവന് കാട്ടിക്കൊടുത്തു. മിന്നുക്കിളി അതിന്റെ വാ തുറന്നു നോക്കി. മുതലയുടെ ഒരു പല്ല് കേടായതായിരുന്നു. ആ കേടായ പല്ലിന്റെ വേദന കാരണമായിരുന്നു മുതല കരഞ്ഞത്. മിന്നുക്കിളി ആ പല്ലിളക്കാൻ അവനെ സഹായിച്ചു. ആ പല്ലിളക്കിയതും മുതലയ്ക്ക് വലിയ സന്തോഷമായി. അവൻ സന്തോഷത്തോടെ മിന്നുക്കിളിയെ നോക്കി പറഞ്ഞു, തനിക്കിപ്പോൾ മുൻപത്തെ പോലെ അത്രയും വേദനയില്ല, മാത്രമല്ല നല്ല ആശ്വാസവുമുണ്ട്. മുതല വീണ്ടും മിന്നുക്കിളിയോട് കൃതാർത്ഥതയോടെ പറഞ്ഞു, എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദി. മറ്റുള്ളവർ എന്നെ സഹായിക്കാൻ മടി കാണിച്ചപ്പോൾ നീ മാത്രമാണ് എന്നെ സഹായിച്ചത്. താമസിയാതെ അവർ നല്ല സുഹൃത്തുക്കളുമായി. ഈ ഒരു സംഭവത്തോടെ മുതല ഒരു പാഠം പഠിച്ചു. തനിക്ക് ആപത്തുണ്ടായപ്പോൾ തന്നെ ആരും സഹായിക്കാത്തത് തന്റെ സ്വഭാവ വൈകല്യം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞു. മാത്രമല്ല, പുഴയിൽ ഇറങ്ങാൻ മറ്റു ജീവികളെ അനുവദിക്കുകയും ചെയ്തു. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായ കുട്ടികളെ? നന്മ, സ്നേഹം എന്നിവ കൊണ്ടേ നല്ലതുണ്ടാകൂ. നമ്മൾ സ്വാർത്ഥരായാൽ നമ്മുടെ കഷ്ടകാലത്ത് ആരും തന്നെ ഉണ്ടാകുകയില്ല. അടുത്ത കഥ കേട്ടാലോ? ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് ആട്ടിടയ ബാലന്റെയും പുലിയുടെയും കഥ കേട്ടാലോ? അപ്പോൾ കഥയുടെ പേരാണ് പുലി വരുന്നേ പുലി. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? പണ്ട് അങ്ങ് ദൂരെ കാടിനടുത്ത് ചെറിയൊരു ഗ്രാമം ഉണ്ടായിരുന്നു. കാടിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമായതുകൊണ്ട് തന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്യജീവി ആക്രമണം നേരിട്ടിരുന്നു. ഒരു കുഞ്ഞു ഗ്രാമമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഗ്രാമവാസികളെല്ലാം പരസ്പര സ്നേഹത്തിലും സൗഹൃദത്തിലും ആണ് ജീവിച്ചു പോന്നിരുന്നത്. അവിടെ ഒരു ആട്ടിടയ ബാലൻ ഉണ്ടായിരുന്നു. പൊതുവെ വികൃതിക്കാരനായിരുന്ന അവൻ. പക്ഷേ അവൻ തന്റെ ആടുകളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അവൻ എന്നും രാവിലെ തന്റെ ആടുകളുമായി കുന്നിൻ ചെരുവിലേക്ക് പോകുമായിരുന്നു. ആടുകളെ മേയാൻ വിട്ട ശേഷം കുന്നിൻ മുകളിൽ കയറിയിരുന്ന് തന്റെ ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു അവന്റെ പ്രധാന വിനോദം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവനൊരു വികൃതി തോന്നി. അവൻ ഗ്രാമവാസികൾ കേൾക്കെ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് ഉറക്കെ വിളിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി ഗ്രാമവാസികളെല്ലാം കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി കുന്നിൻ മുകളിലേക്ക് ഓടി വന്നു. ഗ്രാമവാസികളെ കണ്ട ബാലൻ പൊട്ടി പൊട്ടി ചിരിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് ഗ്രാമവാസികൾക്ക് ബാലൻ അവരെ പറ്റിക്കുകയാണെന്ന് മനസ്സിലായത്. ഗ്രാമവാസികൾക്ക് അവനോട് ദേഷ്യം തോന്നി. പക്ഷേ അവർ ഒന്നും മിണ്ടാതെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ നാളുകളേറെ കഴിഞ്ഞു. പതിവ് പോലെ ആട്ടിടയ ബാലൻ അന്നും തന്റെ ആടുകളുമായി കുന്നിൻ മുകളിൽ എത്തി. നന്നെ ക്ഷീണിതനായ ബാലൻ തന്റെ ആടുകളെ മേയാൻ വിട്ടതിനു ശേഷം അവിടെ കണ്ട ഒരു പാറപ്പുറത്ത് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഉറക്കത്തിലേക്ക് വഴുതി വീണ അവൻ പെട്ടെന്ന് തന്നെ തന്റെ ആടുകളുടെ കരച്ചിൽ കേട്ട് ഉണർന്നു. നോക്കുമ്പോൾ അതാ ഒരു പുലി. പേടിച്ചു വിറച്ച അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിക്കാൻ തുടങ്ങി. നാട്ടുകാരെ, ഓടി വരുവിൻ, എന്റെ ആടുകളെ ഇതാ പുലി പിടിക്കുന്നേ, പുലി പുലി, അയ്യോ രക്ഷിക്കണേ. ഗ്രാമവാസികളെല്ലാം ബാലന്റെ കരച്ചിൽ കേട്ടു. എങ്കിലും അവൻ വീണ്ടും തങ്ങളെ പറ്റിക്കുകയാണെന്ന് കരുതി അവരാരും തന്നെ അവന്റെ സഹായത്തിനായി എത്തിയില്ല. പുലിയാകട്ടെ വിശപ്പ് മാറുന്നത് വരെ അവന്റെ ആടുകളെ പിടിച്ചു തിന്നു. കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കാനല്ലാതെ അവന് മറ്റൊന്നും കഴിഞ്ഞില്ല. അതോടുകൂടി തമാശയ്ക്ക് പോലും കള്ളം പറയരുതെന്ന പാഠം അവൻ പഠിച്ചു. അടുത്ത കഥ കേട്ടാലോ? ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് കുറുക്കന്റെയും കോഴിയുടെയും കഥ കേട്ടാലോ? അപ്പോൾ കഥയുടെ പേരാണ് അത്യാഗ്രഹിയായ കുറുക്കച്ചൻ. വീഡിയോയിലോട്ടേക്ക് പോകാം. പണ്ട് ഒരു ഗ്രാമത്തിൽ
ഒരു സുന്ദരി കോഴി ഉണ്ടായിരുന്നു. അവൾ കുറേ മുട്ടയിട്ടു. ഇതേ സമയം ദൂരെ ഒരു കാട്ടിൽ 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. ഇങ്ങനെ പോയാൽ ഞാൻ പട്ടിണി കിടന്ന് ചാവുമല്ലോ ഭഗവാനെ. എന്തായാലും ഗ്രാമത്തിലോട്ട് ഇറങ്ങി നോക്കാം, വല്ലതും തടയുമോ എന്ന്. ഇന്നത്തെ കണി കൊള്ളാം, എന്തായാലും പൊളിച്ചു. ഞാൻ കുറെ കാലമായി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. എന്തായാലും ഒന്ന് പോയി നോക്കിട്ട് വരാം, വല്ലതും തടയാതിരിക്കില്ല. മുട്ട വിരിയാൻ സുന്ദരി അടയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുറുക്കൻ അതുവഴി വന്നത്. അവൻ സുന്ദരിയുടെ അടുത്തെത്തി. എന്നിട്ട് അവളെ പിടിച്ചു നിന്നാൽ തക്കം നോക്കി ചാടി വീണു. എന്താ ചേട്ടാ, ചേട്ടന്റെ ഭാവം എന്നെ പിടിച്ചു തിന്നാനാണോ? അല്ലാതെ പിന്നെ, ഞാനിപ്പം നിന്നെ അകത്താക്കും. ചേട്ടാ, ഈ മുട്ടകൾ വിരിയുന്നവരെ ഒന്ന് ക്ഷമിച്ചുകൂടെ? എങ്കിൽ ഒരു 3-4 എണ്ണത്തിനെ തിന്നാം. അത്യാഗ്രഹിയായ കുറുക്കൻ ചിന്തിച്ചു, ഈ കോഴി ഒരു പൊട്ടി തന്നെ. അത് ശരിയാണല്ലോ. മുട്ട വിരിഞ്ഞാൽ 3-4 എണ്ണത്തിനെ തിന്നാം. കോളടിച്ചു. നല്ല ഉഗ്രൻ സദ്യ തന്നെ ആവും. ശരി ശരി, എന്നാൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞു വരാം. അങ്ങനെ കുറുക്കൻ നടന്നകന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുറുക്കൻ വീണ്ടും സുന്ദരിയെ കാണാനെത്തി. ഹോയ് സുന്ദരി, ഇങ്ങ് പുറത്തു വാ. നിന്റെ മുട്ടകളൊക്കെ വിരിഞ്ഞോ? ഓ, പിരിഞ്ഞല്ലോ. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ഉറക്കുവാണ്. നീ എന്താ പറഞ്ഞത്? കുഞ്ഞുങ്ങളെ ഉറക്കുമെന്നോ? നല്ല കഥ. ഞാൻ ഇപ്പൊ തന്നെ നിന്നെ അകത്താക്കും. പെട്ടെന്ന് ഇറങ്ങി വാ. എടോ മരമണ്ടൻ കുറുക്ക, ഞാനിപ്പോ കൂട്ടിനുള്ളിലാ ഉള്ളത്. നീ എങ്ങനെ എന്നെ പിടിക്കാനാണ്? ഞാനിപ്പോ ഒച്ച വെച്ചാലുണ്ടല്ലോ, നാട്ടുകാർ ഓടി വരും. പിന്നെ നിന്റെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓടിക്കും. അപ്പോഴാണ് അത്യാഗ്രഹിയായ കുറുക്കന് തന്റെ അബദ്ധം മനസ്സിലായത്. കുറുക്കൻ നാണിച്ച് തല താഴ്ത്തി ഓടി രക്ഷപ്പെട്ടു. അപ്പോ കൂട്ടുകാരെല്ലാവരും അത്യാഗ്രഹിയായ കുറുക്കന്റെ കഥ കേട്ടില്ലേ? കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യുകയും ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.